ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് തേനീച്ച വളർത്തൽ എങ്ങനെ ചെയ്യാം അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ്. ആദ്യമായിട്ട് തന്നെ ലോകത്ത് തന്നെ 2 തേനീച്ചയാണ് നമുക്ക് വളർത്താൻ കഴിയുക. ഒന്ന് ചെറുതേനും അതുപോലെ തന്നെ ഞൊടിയൻ തേനീച്ചയും അഥവാ നമ്മുടെ ഇടത്തരം തേനീച്ച. ഒരുപാട് തേനീച്ചകൾ ലോകത്തുണ്ട്, പക്ഷേ ഇണങ്ങുന്നത് ഈ 2 തേനീച്ച മാത്രമാണ്. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഞൊടിയൻ തേനീച്ചയെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് കുറച്ചു കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ പോവുകയാണ്. ആദ്യമായി തന്നെ തേനീച്ച നമ്മൾ ഞൊടിയൻ തേനീച്ച ഇതുപോലെ സ്റ്റാൻഡിൽ വെക്കണം. സ്റ്റാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുള്ളൂ. അടിയിൽ ഉറുമ്പ് പൊടി ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഉറുമ്പ് കയറും. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ മഴക്കാലത്ത് ഇത് മഴ പെയ്ത് നനയാൻ സാധ്യതയുണ്ട്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കയർ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ കെട്ടണം. കെട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ നായ്ക്കളോ വേറെ എന്തെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ ഇത് മറിഞ്ഞു വീഴുന്നതാണ്. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ 3 മാസം മാത്രമേ തേൻ ഉണ്ടാവുകയുള്ളൂ. അത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഈ മാസത്തിൽ മാത്രമേ തേൻ ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ മാസങ്ങളിൽ നമ്മൾ അവർക്ക് തീറ്റ കൊടുക്കേണ്ടതാണ്. തീറ്റ നമ്മൾ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ദിവസം കൂടുമ്പോൾ 200 ഗ്രാം പഞ്ചസാര ഇവർക്ക് തീറ്റയായി കൊടുക്കണം. ആദ്യമായി തന്നെ പഞ്ചസാര നിങ്ങൾ എടുക്കേണ്ടത് 1 കപ്പ് പഞ്ചസാര, ഒരു കപ്പ് പഞ്ചസാര നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ കപ്പ് നിറയെ വെള്ളം എടുക്കണം. എന്നിട്ട് അത് സമം ചേർത്ത് തിളപ്പിക്കുക. നല്ലവണ്ണം തിളച്ചതിന് ശേഷം അത് ചൂടാറിയതിന് ശേഷം നിങ്ങൾ ആ പെട്ടിയുടെ നേരെ മുകളിൽ ഒരു ചിരട്ടയിൽ വെച്ചിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഇതിന് തീറ്റ നിർബന്ധമാണ്. തീറ്റ ഇല്ലെങ്കിൽ ഇവർ നശിച്ചു പോകുന്നതാണ്. കാരണം മഴക്കാലത്ത് ഇവർക്ക് തീറ്റ കിട്ടുന്നില്ല. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഈ 3 മാസങ്ങൾക്ക് അവർക്ക് തീറ്റ കിട്ടുന്നുള്ളൂ. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ റബ്ബർ പൂക്കുന്ന അഥവാ റബ്ബറിൻ്റെ ഇല വളരെ നേർത്ത ഇല, അത് തളിർ വരുന്ന സമയത്താണ് ഇത് തേൻ സുലഭമായി കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് തീറ്റ കൊടുക്കാത്ത രീതിയിൽ നമുക്ക് വളർത്താം. അത് നമ്മുടെ ഏറ്റവും ഘോര വനങ്ങളിൽ ഇതുപോലെ പെട്ടികൾ നിക്ഷേപിച്ച് കൊണ്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തേനീച്ചക്ക് ഈ തീറ്റ കൊടുക്കേണ്ടതേ ഇല്ല. കാരണം വനങ്ങളിൽ 365 ദിവസവും പൂവുണ്ടാകുന്നതാണ്. അത് തൽഫലമായി അവർക്ക് സുലഭമായി തേൻ ലഭിക്കുന്നതാണ്. 15 ദിവസം കൂടുന്തോറും നിങ്ങൾ ഈ പെട്ടിയിലെ അടിപ്പലക ക്ലീനാക്കേണ്ടതാണ്. ക്ലീനാക്കിയില്ലെങ്കിൽ അതിൽ അടപ്പുഴു എന്ന ഒരു പുഴു വന്നിട്ട് ഇതിൻ്റെ അട മുഴുവൻ തിന്നു തീർക്കുന്നതാണ്. അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്. 15 ദിവസം കൂടുമ്പോൾ നിർബന്ധമായി ചെയ്യേണ്ടതാണ്. ഇതാണ് അടിപ്പലക. നമുക്ക് എങ്ങനെയാണ് ഈ അടിപ്പലക ക്ലീൻ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഒരു നിശാശലഭം എന്നൊരു ഷഡ്പദം ഈ ഇതിൻ്റെ ഹോളിലൂടെ കയറി കഴിഞ്ഞ് ആ ശലഭം മുട്ടയിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൈസ് പുഴുവാണ് ഈ അടപ്പുഴു. അത് നോക്കിയില്ലെങ്കിൽ നിങ്ങളുടെ തേനീച്ചപ്പെട്ടി കംപ്ലീറ്റ് നശിച്ചു പോകും. അതുകൊണ്ട് വളരെ മസ്റ്റാണ് 15 ദിവസം കൂടുന്തോറും, അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരിക്കൽ നിർബന്ധമാണ്. ഇല്ലെങ്കിൽ ഒരു 10 ദിവസങ്ങളിൽ കൂടുന്തോറും അടപ്പലക ക്ലീൻ ആക്കണം. എങ്ങനെയാണ് അടപ്പലക ക്ലീൻ ആക്കുന്നത് നോക്കാം. നമ്മൾ ഈ കെട്ടിയ കയറുകൾ അയക്കാൻ പോവുകയാണ്. അയച്ചതിന് ശേഷം വളരെ ശാസ്ത്രീയമായി ഈച്ചയെ പരിപാലിക്കുന്ന ഒരു വിധമാണ്. കർഷകൻ ഇവിടെ വന്നിരിക്കുന്നു എന്ന് ഈച്ചകളോട് നമ്മൾ പറയാൻ പോകുന്നത് 3 മുട്ട. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് നമുക്ക് ഭക്ഷണമായിട്ട് വരുന്നതാണ് എന്ന് മനസ്സിലാക്കാം. അതിനുശേഷം ഇതുപോലെ എടുക്കുക. എന്നിട്ട് അടിയിൽ ഒരു പ്ലാസ്റ്റിക് വിരിക്കുക, അല്ലെങ്കിൽ ചാക്ക് വിരിക്കുക, ചാക്കിന്മേൽ വെക്കുക. ഇതാണ് അടപ്പലക. ഇതുമ്മത്തെ ഈച്ചനെ നമുക്ക് ഒന്നിലെ ഊതി പറപ്പിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ കുടയാം. എന്നിട്ട് നല്ല വൃത്തിയുള്ള മുണ്ട് ഉപയോഗിച്ച് ഇങ്ങനെ തൊത്താം. അതിനുശേഷം ഇതേപോലെ വെക്കുക. ഇതേപോലെ പലക വെക്കുക. ഇതാണ് ഇതിൻ്റെ ഹോൾസ്. തേനീച്ചക്ക് തീറ്റ കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. തേനീച്ച പലക 2 ഘട്ടമാണ്. അടിയത്തെ ബോക്സിനെ ബ്രൂഡ് എന്നും മുകളിലത്തെ ബോക്സിനെ സൂപ്പർ എന്നും പറയുന്നു. ബ്രൂഡിലാണ് റാണിയും മറ്റ് ഈച്ചകളും ഉള്ളത്. ഇതിൽ ഒരിക്കലും ഇതിത്തെ തേൻ എടുക്കാൻ പാടില്ല. ബ്രൂഡ് ഏറ്റവും അടിയത്തതാണ്. സൂപ്പറാണ് ഇതിൻ്റെ മുകളിലുള്ളത്. ബ്രൂഡ് കഴിഞ്ഞിട്ട് പിന്നെ സൂപ്പർ ഒരു 4 എണ്ണമേ വെക്കാം. അപ്പം നമ്മൾ മഴക്കാലത്ത് തീറ്റ കൊടുക്കുമ്പോൾ ബ്രൂഡിൻ്റെ മേലെ ഒരു സൂപ്പറേ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ മേലെ വേറൊരു സൂപ്പറും, കാരണം ഇത് കവർ ചെയ്യാൻ വേണ്ടി. ഇതാണ് പിന്നെ തേനീച്ച തീറ്റ കൊടുക്കാൻ പോകുന്ന പഞ്ചസാര ലായനി. ഈ പഞ്ചസാര ലായനി പിന്നെ
ചൂടുണ്ടാവരുത് ഒഴിക്കുമ്പം. ഇതുപോലെ ചിരട്ട വെക്കുക. ചിരട്ട വെച്ചതിന് ശേഷം ആ ചിരട്ടയിൽ കുറച്ച് കഷ്ണങ്ങൾ വെക്കണം. അല്ലെങ്കിൽ നമ്മൾ തേൻ നമ്മൾ പഞ്ചസാര ലായനി കൊടുക്കുമ്പോൾ അതിലേക്ക് തേനീച്ച വീണ് ചാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തേൻ കയറി പോരാൻ വേണ്ടി ഇതുപോലെ കമ്പുകൾ നാട്ടി കൊടുക്കണം. എന്നിട്ട് ഈ പഞ്ചസാര ലായനി ഒഴിക്കുക. ഇത് സമം ചേർത്ത്, അത് 1 കിലോ പഞ്ചസാരക്ക് 1 കപ്പ് പഞ്ചസാരക്ക് 1 കപ്പ് വെള്ളം എന്ന രൂപത്തിലാണ് എടുക്കേണ്ടത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു 10 ദിവസം കൂടുമ്പോൾ 200 ഗ്രാം പഞ്ചസാര ലായനിയാക്കി കൊടുക്കണം. ഇത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, ഇതൊരിക്കലും അടിയിലേക്ക് ഉറ്റരുത്. ഉറ്റിക്കഴിഞ്ഞാൽ ഉറുമ്പുകൾ വരും. ഉറുമ്പ് വന്നു കഴിഞ്ഞിട്ട് ആ കാലുമൂടെ ഉറുമ്പ് കയറിയിട്ട് ഇറ്റങ്ങളെ കംപ്ലീറ്റ് നശിപ്പിക്കുന്നതാണ്. പിന്നെ ബ്രൂഡിൽ ഇതുപോലെ 6 എണ്ണം ഉണ്ടാകും. ഇത് വ്യത്യാസമുണ്ടാകും. ബ്രൂഡറിന് അടിയത്തെ പെട്ടി. സൂപ്പറിൽ 5 എണ്ണയും ഉണ്ടാവുകയുള്ളൂ. ഈ സൂപ്പറിൽ നിന്നാണ് നമുക്ക് തേൻ എടുക്കാൻ കഴിയുക. ഒരിക്കലും ബ്രൂഡിൽ നിന്ന് എടുക്കരുത്, സൂപ്പറിൽ നിന്നാണ് തേൻ എടുക്കൽ. തേൻ എടുക്കുമ്പോൾ ഇത് ഒരു മെഷീനുണ്ട്, ആ മെഷീനിൽ വെച്ച് കറക്കി എടുക്കലാണ്. ആ കറക്കി എടുക്കുമ്പോൾ അതിൻ്റെ പലക നഷ്ടപ്പെടുകയില്ല. അങ്ങനെയാണ് ഇത് ചെയ്യൽ. ഒരിക്കലും നിങ്ങൾ തേനീച്ച എടുക്കുമ്പോൾ പിന്നെ സ്മോക്ക് ചെയ്യാതെ എടുക്കരുത്. സ്മോക്ക് ചെയ്തിട്ടേ എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കുത്ത് കിട്ടും. അപ്പോൾ ഇത് പിന്നെ ആദ്യം തന്നെ പറയട്ടെ, ഇത് നിങ്ങൾ ഫസ്റ്റ് തുടങ്ങുമ്പോൾ ഒരുപാട് പരാജയങ്ങളുണ്ടാവും. കാരണം തേനീച്ച നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, കുറേ പെട്ടി കാലിയായി പോകാൻ സാധ്യതയുണ്ട്. അതിലൊന്നും തളരാതെ നിങ്ങൾ മുന്നോട്ട് നീങ്ങണം. ചുരുങ്ങിയത് ഒരു 250 പെട്ടി ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ ആ പെട്ടി കൊണ്ട് അയാൾക്ക് ഒരു 10 ലക്ഷം രൂപ ഒരു വർഷം ഉണ്ടാക്കാം. ജീവിതം പച്ച പിടിപ്പിക്കാം. 250 പെട്ടി നിങ്ങൾ പരിപാലിച്ച് പോരുകയാണെങ്കിൽ വേറൊരു പണിക്കും നിങ്ങൾക്ക് പോകണ്ട. ഏറ്റവും കൂടുതൽ ലോകത്തെ ഏറ്റവും കൂടുതൽ വേസ്റ്റായി പോകുന്നൊരു സംഗതി നമ്മുടെ തേനാണ്. കാരണം മലമുകളിൽ ഒരുപാട് തേനുകളുണ്ട്, പ്രത്യേകിച്ച് റബ്ബറിൽ. അതെല്ലാം ഇതുപോലെ തേനീച്ച കർഷകർ കൃഷി ചെയ്യാതെ നശിച്ചു പോവുകയാണ്. വർഷാവർഷം മഴക്കാലത്ത് മഴ പെയ്യുന്ന സമയത്ത് ഈ തേനുകളെല്ലാം റബ്ബറിന്മേലും അതുപോലെ തന്നെ മറ്റുള്ള പൂകളിലും ഉണ്ടാകുന്ന തേനുകൾ മഴ പെയ്ത് നശിച്ചു പോവുകയാണ്, അഥവാ ഒലിച്ചു പോവുകയാണ്. അതുകൊണ്ട് തേൻ വളരെ വിപണി മൂല്യമുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള തേൻ എപ്പോഴും ആളുകൾക്ക് പ്രിയമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ തേനീച്ച കൃഷിയിലേക്ക് ഇറങ്ങുക. ആദ്യമൊക്കെ പരാജയം ഉണ്ടാവും. എന്നിരുന്നാലും നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. ഇതിനെക്കുറിച്ച് ക്ലാസ്സുകളുണ്ട്. ഞൊടിയൻ തേനീച്ച അത് ഇണങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ കുത്തുകയില്ല. ആദ്യമൊക്കെ കുറച്ച് ഒരു ആക്രമണമൊക്കെ ഉണ്ടാവും, പക്ഷേ ഇത് ശീലിച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഇത് നമുക്ക് വിദേശ രാജ്യങ്ങളിൽ ഒരു വ്യക്തി തേൻ ഒരു 5 ലിറ്ററോളം തേൻ കുടിക്കുന്നുണ്ട് ഒരു വ്യക്തി. പക്ഷേ നമ്മുടെ മലയാളികൾ ഇന്ത്യക്കാർ അത് 100 ഗ്രാം തേനും കൂടി കഴിക്കുന്നില്ല എന്നാണ് അതിൻ്റെ വസ്തുത. ബുദ്ധിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധി വികാസത്തിന് ഉപകരിക്കുന്ന ഒരു വസ്തുവാണ് തേൻ. തേനിനെക്കുറിച്ച് ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ മരുന്നിനും എല്ലാ രോഗത്തിനും ഒരു ദിവ്യ ഔഷധമാണ് തേൻ എന്ന് ഖുർആനിൽ പറയുകയുണ്ടായി. അതുകൊണ്ട് തേൻ നിങ്ങൾക്ക് വളർത്താം. പ്രത്യേകിച്ച് ചെറുതേനെ ഇതിനെക്കാട്ടി വളരെ ഈസിയായി വളർത്താം. ഞാനിപ്പോൾ ഞൊടിയൻ തേനീച്ചയെ കുറിച്ചാണ് പറയുന്നത്. ഇത് പിരിക്കുന്ന സമയം എപ്പോഴാണെന്ന് വെച്ചാൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ 3 മാസത്തിലാണ് തേനീച്ചയെ പിരിക്കുന്നത്. തേനീച്ചയെ പിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റാണി, ഒരു കൂട്ടിൽ 2-3 റാണികളുണ്ടാവും. ആ 3 റാണികൾ ഓരോ പെട്ടിയിലേക്ക് മാറ്റുക. അങ്ങനെ പെട്ടിയിലേക്ക് മാറ്റുമ്പോൾ അത് ഡിവൈഡായി 3 പെട്ടികൾ ഉണ്ടാവും. ഈ 3 മാസം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഈ 3 മാസം നിങ്ങൾ ഡിവൈഡ് ചെയ്യണം. എന്നെങ്കിലേ നിങ്ങൾക്ക് പെട്ടി വികാസിക്കുകയുള്ളൂ. ഡിവൈഡ് ചെയ്തില്ലെങ്കിൽ ഇവർ പാറിപ്പോകും. ഇവരുടെ സ്വതന്ത്ര വീട് നോക്കി ഇവർ പോയി അവർ കൂട് അന്വേഷിക്കും. ഞാനിപ്പോൾ എനിക്ക് ഒരു 6 പെട്ടി ഉണ്ടായിരുന്നു, പക്ഷേ 6 പെട്ടി തേനീച്ച പാറിപ്പോയി. അവസാനം ഞാൻ ഈ കാലിപ്പെട്ടി ഇതേപോലെ അതേ സ്ഥലത്ത് വെച്ചിരുന്നു. ഇവർ ജനുവരി, ഫെബ്രുവരി മാസത്തിൽ ഇവർ വന്ന് കയറിക്കൂടി. എവിടെ നിന്നാണ് തേനീച്ച വന്നത് അറിയില്ല, വന്ന് കയറിക്കൂടി. അപ്പോൾ അങ്ങനെ ഞാൻ അതിനെ വളർത്തുകയാണ്. ഇത് നിങ്ങൾ പെട്ടി വെക്കുമ്പോൾ എപ്പോഴും തണലത്ത് വെക്കണം. ഒരിക്കലും വെയിലത്ത് വെക്കരുത്. വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവർ കൂടൊഴിഞ്ഞു പോകും. അതാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ചും നല്ല വെയിലുള്ള തണലുള്ള വലിയ മരച്ചുവട്ടിലാണെങ്കിൽ അത്രയ്ക്കും നല്ലത്. അതുപോലെ തന്നെ വെള്ളം കയറാത്ത സ്ഥലത്ത് വെക്കണം. മഴക്കാലത്ത് വെള്ളം കയറരുത്. പിന്നെ അതുപോലെ തന്നെ പെട്ടിമേ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ഈ പെട്ടി കുറേ കാലം നിലനിൽക്കും എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. തേക്കിൻ്റെ പെട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് കാലം നിലനിൽക്കും.
ഇത് പിന്നെ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അറിവുകൾ. ഈ തേൻ വളർത്താൻ ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്. നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്ന് ഒരുപാട് ആനുകൂല്യം കിട്ടുന്നുണ്ട്. ആനുകൂല്യമെല്ലാം നിങ്ങൾ ഉപയോഗിക്കണം. ഇതാണ് ഇതിന് നിറച്ച് വെച്ചിരിക്കുന്നത്. ഇത് നാളാവുമ്പോൾ ഇതൊക്കെ കുടിച്ചു തീർക്കും. ഈ തേനീച്ചകൾ കംപ്ലീറ്റ് കുടിച്ചു തീർക്കും. ഇതിവർ അറിഞ്ഞിട്ടില്ല. കുറച്ച് തേനീച്ചയെ നമുക്കിന്ന് കൊണ്ടുവരാം. ഇവരെ അറിയാത്തതാണ്. ഇതൊക്കെയാണ് എൻ്റെ വീഡിയോകൾ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ തേനീച്ച കൃഷിയിലേക്ക് ഇറങ്ങണം. ഈ തേൻ നമുക്ക് വളരെ സമ്പത്താണ്. അതുകൊണ്ട് നിങ്ങൾ തേൻ കൃഷിയിലേക്ക് ഇറങ്ങി ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് എൻ്റെ വീഡിയോ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.